ജപ്പാനിൽ പൊതുവേ നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികളൊന്നും കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മോരുകറിയൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം കഴിച്ചത് നാട്ടിൽ പോയപ്പോഴാണ്. ഒരു 9 മാസം മുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് നേപ്പാളി സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് ഞാൻ ഈ കോക്കനട്ട് ഫൈനും അതേപോലെ തന്നെ വെള്ളരിക്കയല്ല, ദാറ്റ് ഇസ് അറ്റ് കുമ്പളങ്ങ റൈറ്റ്, അതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കി. ഇതാണ് എൻ്റെ മോരുകറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോരുകറി ഉണ്ടാക്കി, അതേപോലെ തന്നെ ഞാൻ ബീഫ് റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. ബീഫ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബീഫ് കറി എന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ നടുക്കുള്ളൊരു സംഭവം. എനിക്ക് കുറേ കാലമായിട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഈ രണ്ട് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാറും എല്ലാം ആഡ് ചെയ്യും. അപ്പോൾ ബീഫ് വേവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പത്തിനുള്ള മാവും കൂടെ അരച്ചെടുത്തു കേട്ടോ. അതായത് അപ്പത്തിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്നതാണ്. ഞാൻ ജസ്റ്റ് അത് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് മാവാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്ത് വന്നു. പിന്നെ എൻ്റെ ഉള്ളിയും നമ്മുടെ മസാലാസ് എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കറിയും ആക്കിയെടുത്തു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി എടുത്തു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓവർ കറിയോ എല്ലാം ഓവർ വരട്ടിയതോ അല്ലാത്തൊരു ലെവലിൽ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവളും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത്.